ഫോർമുല നമ്പർ 456 അപ്ലൈ ചെയ്യേ. ബ്രില്യന്റ് ഐഡിയ കിക്കോ. ഫോർമുല 456 അപ്ലൈ ചെയ്തിട്ട് എന്റെ ലേസർ ബീം യൂസ് ചെയ്ത് ആ ത്രെഡ്സ് ഇപ്പൊ തന്നെ കട്ട് ചെയ്തേക്കാം. നിങ്ങളുടെ ഗണ്ണിൽ ഒരു ബുള്ളറ്റ് പോലും ഇല്ലല്ലോ, പിന്നെ എന്തിനാ ഗണ്ണും കയ്യിൽ വെച്ചോണ്ട് നിൽക്കുന്നേ? ഏത് ജോലിയാണെങ്കിലും ഞാൻ ഫടാഫട്ട് ചെയ്ത് തീർക്കും. ബുള്ളറ്റ് ഇല്ലാതെ ഷൂട്ട് ചെയ്ത അയാളാണ് ഡിക്റ്റേറ്റീവ് ചട്ട്പാറ്റ്. ഈ ഗണ്ണിൽ ബുള്ളറ്റ് ഇല്ലെന്നുള്ള കാര്യം നിനക്കറിയാം, പിന്നെ എനിക്കറിയാം. പക്ഷെ ഒരു കള്ളനും അത് അറിയില്ലല്ലോ. കലക്കി സാറേ, സൂപ്പർ പഞ്ച്. ഞാൻ അതൊന്ന് ഈ നോട്ട് പാഡിൽ നോട്ട് ചെയ്ത് വെച്ചേക്കട്ടെ. അയ്യോ അയ്യോ, നിങ്ങൾ രണ്ടുപേരും ഈ ട്രെയിലറിന് സെക്യൂരിറ്റി കൊടുക്കാനല്ലേ വന്നിരിക്കുന്നത്? പിന്നെന്തിനാ ഇങ്ങനെ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുന്നത്? കലക്കി സാറേ, ഇന്ന് ഞങ്ങൾ ധൃതി പിടിച്ച് ഓടി വന്നപ്പോ കുളിക്കാൻ മറന്നുപോയി. നമ്മള് ട്രെയിലറിൽ ട്രാവൽ ചെയ്യുമ്പോ തന്നെ ഷവർ ബാത്ത് എടുക്കാൻ നിങ്ങൾ ഏർപ്പാട് ചെയ്തിരിക്കുക. കലക്കി സാറേ, നോട്ട് പാഡിൽ ഒന്ന് നോട്ട് ചെയ്തേക്കട്ടെ സാറേ. അറ്റാക്ക് ചെയ്തോ കള്ളൻ, കൊള്ളക്കാരൻ. എന്റെ സാറേ, അത് കള്ളന്മാരൊന്നും അല്ല, നമ്മുടെ ആളുകൾ തന്നെയാ വണ്ടി നിർത്തി വെച്ചിരിക്കുന്നത്. റോഫ് ടോപ്പിൽ നിന്ന് സ്ലിപ്പായി താഴെ വീണതാ. ഓ, ഞാൻ വിചാരിച്ചു കള്ളന്മാര് വന്ന് അറ്റാക്ക് ചെയ്തെന്ന്. അയ്യോ, അങ്ങനെ അറ്റാക്ക് ചെയ്താൽ പോലും നമുക്കൊന്നും സംഭവിക്കില്ലെന്ന്. ഇത് വളരെ ഹൈ സെക്യൂരിറ്റി ഏർപ്പാടാക്കിയിരിക്കുന്ന ഒരു ട്രെയിലറാണ് സാറേ. ഈ വണ്ടിയിൽ നമുക്ക് എത്ര വില കൂടിയ സാധനം വേണമെങ്കിലും എവിടെ വേണമെങ്കിലും സേഫായി കൊണ്ടുപോകാം. അതെ, നീ പറഞ്ഞത് ശരിയാണ്. എത്രയും പെട്ടെന്ന് നമുക്ക് സൺസിറ്റിയിൽ ചെന്നെത്തണം. അടിപൊളി, ഇത് ക്യാൻഡി മെഷീൻ പോലെ ഉണ്ടല്ലോ. ഈ സന്തോഷം സെലിബ്രേറ്റ് ചെയ്യാൻ ഞാനൊരു ക്യാൻഡി കഴിച്ചോട്ടെ. അങ്ങനെയല്ല ഡോഡോ, അത് ക്യാൻഡി മെഷീൻ അല്ല, ശരിക്കും അതൊരു ATM മെഷീനാ. സൺസിറ്റിയിലെ ജനങ്ങൾക്ക് അക്കൗണ്ടിലെ പൈസ സ്ട്രെയിറ്റ് ആയിട്ട് ATM ന്ന് തന്നെ എടുക്കാവുന്നതാ. കറക്റ്റ്. ഇപ്പൊ ജനങ്ങൾക്ക് അവരുടെ കാശ് ഒറ്റ സെക്കൻഡിൽ ഡ്രോപ്പ് ചെയ്യാം, എനി ടൈം. ATM ൽ നിന്ന് ജനങ്ങൾ ഉടനെ കാശെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ATM മെഷീൻസ് സൺസിറ്റിയിലുള്ള പല സ്ഥലങ്ങളിലും ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. ഇതാ പിടിച്ചോ മാനേജർ. ഈ ബ്രീഫ് കേസിനകത്ത് ആ ഡിവൈസ് ഉണ്ട്. ഇത് കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ATM മെഷീൻസ് ഒക്കെ ഓപ്പൺ ചെയ്യാം. അതിൽ നിങ്ങൾക്ക് വീണ്ടും ക്യാഷ് ലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഡിവൈസ് ആണ്. ഞാനിത് വളരെ സേഫായി തന്നെ ബാങ്ക് ലോക്കറിൽ വെച്ചേക്കാം. ഫുഗ്ഗിവാല ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്നും ആരും രക്ഷപ്പെടില്ല. എന്റെ ഈ ബലൂൺ ഡ്രം വെച്ച് ഒരേ സമയത്ത് ഞാൻ പല രീതിയിൽ അറ്റാക്ക് ചെയ്യും. റെഡ് കളർ ബലൂൺ അത് ഏത് സ്ഥലത്ത് ബ്ലാസ്റ്റ് ആയാലും ശരി വലിയ പ്രശ്നമുണ്ടാക്കും. എന്റെ ബലൂൺസ് അത് എവിടെ പോയി ഒട്ടി നിന്നാലും ശരി അത് അങ്ങനെ പൊക്കിക്കൊണ്ട് പറന്നു പോകും. അടിപൊളി, ഒരുപാട് ബലൂൺസ് ഇങ്ങോട്ട് പറന്നു വരുന്നുണ്ടല്ലോ. ബലൂൺ എന്ന് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്, ഞാനൊരു ബലൂൺ ലോലിപോപ്പ് കഴിച്ചോട്ടെ. ഇത് ഒറ്റയടിക്ക് ഇത്ര ബലൂൺസ് എവിടുന്നാ പറന്നു വരുന്നേ? എന്റെ R7 ബ്ലിങ്ക് ആവുന്നുണ്ട്. എന്ന് വെച്ചാൽ അടുത്ത് എവിടെയോ ആപത്തുണ്ടെന്ന് അർത്ഥം. പക്ഷെ ഇവിടെ നോക്കിയിട്ടെല്ലാം കറക്റ്റ് ആണെന്നാ തോന്നുന്നത്. സംഗതി കൊള്ളാം, ഒരുപാട് ബലൂൺസ് പറക്കുന്നുണ്ടല്ലോ. വാ, നമുക്ക് വേഗം ചെന്ന് അതെല്ലാം പിടിക്കാം. മാറി നിക്കടാ, ആ ബലൂൺസ് മുഴുവനും ഞാനിപ്പോ കൈക്കലാക്കി നോക്കിക്കോ. ATM മെഷീൻസിനെ ആരോ അറ്റാക്ക് ചെയ്യാ. ഈ ATM മെഷീൻസ് എല്ലാം വളരെ സ്ട്രോങ് ആണെന്ന് തോന്നുന്നു. അതിലുള്ള പണം കൊള്ളയടിച്ച് മാറ്റാൻ ഞാൻ വേറെന്തെങ്കിലും ഐഡിയ ചെയ്യണമെന്നാ തോന്നുന്നേ. ഫുഗ്ഗേവാലയുടെ ബലൂൺസ് അത് മായാജാല സ്റ്റൈലിൽ കൊള്ളയടിച്ചങ്ങ് പോകും. ടോണി, നിനക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ? ടോണി ബോസ് ആഗ്രഹിച്ച കയ്യിൽ കിട്ടിയില്ല.
ആഗ്രഹിച്ചത് കൈവിട്ട് പോയി എന്നുള്ള ഷോക്കിൽ ഫ്യൂസ് പോയ ബൾബായി. എന്താടാ പറഞ്ഞത്? വീണ്ടും ഒരിക്കൽ കൂടെ പറയട്ടെ. ആഗ്രഹിച്ച കാര്യം കൈവിട്ട് പോയെന്നറിഞ്ഞപ്പോൾ ആ ഷോക്കിൽ ഫ്യൂസ് പോയ ബൾബ് പോലെയായി ടോണി ബോസ്. ഈ ടോണിയോട് കയറി കളിച്ചാൽ എന്താവും അറിയാലോ. പഗ്ഗേവാലയുടെ ബലൂൺസ് മായാജാല രീതിയിൽ കൊള്ളയടിച്ചങ്ങ് പോയിക്കൊണ്ടിരിക്കും. ദേ മിസ്റ്റർ, നിങ്ങൾ ബലൂൺ ബോംബ്സിനെ പറഞ്ഞയച്ച് ATM മെഷീൻ തകർക്കാൻ ശ്രമിച്ചു അല്ലേ? നിങ്ങൾ ചെയ്തത് വളരെ വലിയ തെറ്റാ. വളരെ വളരെ വലിയ തെറ്റാണ്. അതിലും വളരെ വലിയ തെറ്റാണ്. ഇനി ഞാൻ എന്തെങ്കിലും അല്പം കഴിച്ചോട്ടെ? എടാ കൊച്ചു ചെക്ക, ഒന്ന് മാറി നിൽക്കടാ. നിന്നെ പോലെയുള്ളവരോട് സംസാരിച്ച് ഞാൻ എന്റെ ടൈം വേസ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. ഞാൻ വരും. അങ്ങനെ വന്നാൽ കൊള്ളയടിച്ചങ്ങ് പോയിക്കൊണ്ടിരിക്കും. ഫുഗ്ഗേവാലയുടെ ബലൂൺസ് മായാജാല സ്റ്റൈലിൽ കൊള്ളയടിച്ചങ്ങ് പറന്നു പോകും. എന്റെ റെഡ് കളർ ബലൂൺസ് വെച്ച് ATM മെഷീനെ ബ്ലാസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. എന്നാൽ ഇപ്പൊ നോക്കിക്കോ, എന്റെ ബ്ലൂ കളർ ബലൂൺസ് മായാജാല രീതിയിൽ കൊള്ളയടിച്ചങ്ങ് പോവും. ATM മെഷീൻസ് മൊത്തം ഞാൻ അങ്ങ് കൊണ്ടുപോകും. റിലാക്സ് ആയി തകർത്തിട്ട് അതിനകത്തുള്ള കാശ് മൊത്തം ഞാൻ കൈക്കലാക്കും. അത്ര പെട്ടെന്നൊന്നും എന്നെ ആർക്കും ഫോളോ ചെയ്ത് കണ്ടെത്താൻ കഴിയില്ല. അതിനെങ്ങാനും ശ്രമിച്ചാൽ ഈ സൺസെറ്റ് മൊത്തവും കാറ്റിൽ പറത്ത് ഞാൻ സാമ്പിളിനൊരു ഡെമോ കാണിക്കട്ടെ. ഇന്ന നോക്കിക്കോ. അയ്യോ, എന്റെ പി സുജാത എങ്ങ് പോയല്ലോ. അയ്യോ, ഇനി ഞാൻ നിന്നെ വെറുതെ വിടില്ലടാ. ഫുഗ്ഗേവാലയെ നീ അറ്റാക്ക് ചെയ്തിരിക്കുന്നല്ലേ? ഇപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത് നോക്ക്. ഫട്ടാഫട്ട് അറ്റാക്ക്. എന്നോട് കളിച്ചാലേ ഇതുപോലെ കാറ്റിൽ പറന്നോണ്ടിരിക്കേണ്ടി വരും. ഈ ഫുഗ്ഗേവാലയുടെ ബലൂൺസ് മായാജാല സ്റ്റൈലിൽ കൊള്ളയടിച്ചങ്ങ് പറന്നു പോകും. സൂപ്പർ സ്പീഡോയെ വിളിച്ചേ പറ്റുന്ന തോന്നുന്നേ. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, ആ ഫുഗ്ഗേവാല ATM മെഷീൻസ് എടുത്തോണ്ട് പറന്നു പോയിരിക്കുക. അവനെ തടഞ്ഞു നിർത്തണം. അതിനു മുൻപ് ടെമ്പോ എണ്ണായെ രക്ഷിക്കണം. ഡോണ്ട് വറി കീക്കോ, നമ്മൾ രണ്ടുപേരും ഉള്ളപ്പോൾ ടെമ്പോ അണ്ണായിക്ക് ഒന്നും സംഭവിക്കില്ല. അയ്യോ, ആ ഹുക്ക് എന്റെ ഹിപ്പിലെ ശരിക്കും കുടുങ്ങി കിടക്കുവാണെന്നാ തോന്നുന്നത്. അതിന്റെ പിടിന്ന് എനിക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഇപ്പൊ ഒരു ഒറ്റ വഴിയേ ഉള്ളൂ. ആ ഹുക്ക് പതുക്കി അങ്ങ് ഊരി മാറ്റണം. എന്റെ ബലൂൺ കാരണം നീ അങ്ങ് പറന്നു പോവുകയായിരുന്നു. പക്ഷെ നീ എന്നോട് അഭ്യാസം കാണിക്കല്ലേ? ഇപ്പൊ നിന്റെ അഭ്യാസം തന്നെ നിനക്ക് വലിയൊരു പ്രശ്നമുണ്ടാക്കാൻ പോവുക. ഫുഗ്ഗേവാലയുടെ ബലൂൺസ് മായാജാല സ്റ്റൈലിൽ കൊള്ളയടിച്ചിട്ട് അങ്ങ് പറന്നു പോകും. സൂപ്പർ സ്പീഡോ, നമ്മൾ അവിടെ ചെല്ലുന്നതിന് മുമ്പ് ടെമ്പോ എണ്ണ താഴെ വീഴുന്ന തോന്നുന്നേ. ടെമ്പോ എണ്ണനെ രക്ഷിക്കാൻ ഫോർമുല നമ്പർ 22 അപ്ലൈ ചെയ്യ്. ഓക്കെ, ചെയ്തേക്കാം ബ്രോ. ആക്ടിവേറ്റിംഗ് ഫോർമുല 22. കിക്കോ, എന്റെ ഈ ബലൂൺസ് അതിന് എന്റെ ഈ ഗണ്ണിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സ്പെഷ്യൽ സ്റ്റാർ ബുള്ളറ്റിന് മാത്രമേ തകർക്കാൻ കഴിയൂ.
നീ എന്തൊക്കെ ചെയ്താലും എന്റെ ബലൂണുകൾ തകർക്കാനാവില്ല. ആ? എനിക്ക് തൊട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്റെ മിസൈൽസിന് ആ ബലൂണിനെ തകർക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ ബലൂൺസ് എല്ലാം സൂപ്പർ സ്ട്രോങ് മെറ്റീരിയൽസ് കൊണ്ട് ഉണ്ടാക്കിയതാണെന്നാ എനിക്ക് തോന്നുന്നേ. നമുക്ക് ആ ATM മെഷീൻസ് തിരിച്ചു പിടിക്കണമെങ്കിൽ ഫോർമുല നമ്പർ 777 അപ്ലൈ ചെയ്യേ. ഫാന്റാസ്റ്റിക് ഐഡിയ കീക്കോ. ഇനിഷ്യേറ്റിംഗ് ഫോർമുല 777. ഇങ്ങനെയൊക്കെ പറഞ്ഞ ഇവന്മാർക്ക് മനസ്സിലാവില്ലെന്നാ തോന്നുന്നേ. എന്റെ ബലൂണിന്റെ പവർ ഇവന്മാർക്ക് കാണിച്ചു കൊടുത്തേ മതിയാകൂ. എന്നോട് കളിച്ചാൽ എന്താ സംഭവിക്കാന്ന് അറിയോ? ശരിക്കും ഞാൻ ഇവനൊരു പാഠം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഫുഗ്ഗേവാലയുടെ ബലൂൺസ് മായാജാല സ്റ്റൈലിൽ കൊള്ളയടിച്ച് അതങ്ങ് പറന്ന് പോകും. എല്ലാം നമ്മുടെ കൈവിട്ട് പോയെന്നാണ് തോന്നുന്നത് കീക്കോ. ഇനി നമ്മളും ആ ATM മെഷീന്റെ കൂടെ പറന്നു പോകുമെന്നാണ് തോന്നുന്നത്. വേഗം ഒരു ഐഡിയ ചെയ്യൂ. അതിനുള്ളിൽ ഞാൻ താഴേക്ക് ഇറങ്ങാൻ ഐഡിയ ചെയ്യാം. അവരുടെ ശ്രദ്ധ അവിടെ നിന്ന് ആദ്യം മാറ്റണം. സൂപ്പർ സ്പീഡോ, ആദ്യം നമുക്ക് നമ്മുടെ കൂട്ടുകാരെ രക്ഷിക്കണം. അതാണ് പ്രധാനം. ATM മെഷീന്റെ കാര്യം നമുക്ക് പിന്നെ നോക്കാം. യു ആർ റൈറ്റ് കീക്കോ. ഫ്രണ്ട്സ് ഫസ്റ്റ്. സൂപ്പർ സ്പീഡോ, ആ ബലൂൺസ് വളരെ സ്ട്രോങ് ആണ്. പക്ഷെ അതിൽ കെട്ടിവെച്ചിരിക്കുന്ന ത്രെഡ്സ് ഇല്ലേ, അതൊന്നും അത്രയ്ക്ക് സ്ട്രോങ് അല്ല. ഫോർമുല നമ്പർ 456 അപ്ലൈ ചെയ്യേ. ബ്രില്യന്റ് ഐഡിയ കീക്കോ. ഫോർമുല 456 അപ്ലൈ ചെയ്തിട്ട് എന്റെ ലേസർ ബീം യൂസ് ചെയ്ത് ആ ത്രെഡ്സ് ഇപ്പൊ തന്നെ കട്ട് ചെയ്തേക്കാം. ഫുഗ്ഗേവാലയുടെ ബലൂൺസ് മായാജാല സ്റ്റൈലിൽ കൊള്ളയടിച്ച് പറന്നു പോകും. ഇപ്പൊ ഞാൻ ഈ മെഷീനുകൾ ഓപ്പൺ ചെയ്ത് അതിലുള്ള മുഴുവൻ പണവും ഞാൻ സ്വന്തമാക്കും. ഞാൻ വലിയ പണക്കാരനാവാൻ പോവാണ്. മെഷീൻ ഓപ്പൺ ചെയ്യാൻ ഡിവൈസ് കണക്ട് ചെയ്തേക്കാം. ഇതിനെന്തിനാ ഡിവൈസ് ഒക്കെ? എന്റെ കയ്യിൽ ഇത്രയും വലിയ ഹാമർ ഉണ്ടല്ലോ. ഈ എല്ലാ ATM മെഷീന്റെയും ബോഡി വളരെ സ്ട്രോങ് ആണ്. പക്ഷെ എനിക്കറിയാം ഇതിന്റെ സ്ക്രീൻ അത്രയ്ക്ക് സ്ട്രോങ് ഒന്നും അല്ല. ഈ മെഷീൻസ് അവർ വളരെ ഡിഫറെന്റ് ആയിട്ടാ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഈ മെഷീൻ ഓപ്പൺ ചെയ്യണമെങ്കിൽ ഞാൻ ആ ഓപ്പണിംഗ് ഡിവൈസിനെ ഇവിടേക്ക് കൊണ്ടുവരണം. പക്ഷെ എനിക്ക് ആ ഡിവൈസ് എവിടുന്ന് കിട്ടും? ഇതേത് ബാങ്കിന്റെ ATM ആണോ അതേ ബാങ്കിൽ തീർച്ചയായിട്ടും ആ ഡിവൈസ് ഉണ്ടാകും. ഫുഗ്ഗേവാലയുടെ ബലൂൺസ് മായാജാല സ്റ്റൈലിൽ കൊള്ളയടിച്ചങ്ങ് പോകും. ആ ഫുഗ്ഗേവാല ATMസിലുള്ള മൊത്തം കാശ് എടുത്തോണ്ട് പോയി. അതുകൊണ്ട് സൺസിറ്റിയിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? അത് രണ്ടു ബാക്കി പറയണമെങ്കിൽ എക്കോണമിക് ഗ്രോത്ത്. ഡോണ്ട് വറി ട്വിങ്കിൾ. കീക്കോയും സൂപ്പർ സ്പീഡോയും ഇവിടെ ഉള്ളതുവരെ സൺ സിറ്റിയുടെ ഗ്രോത്തിന് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ശരിയല്ലേ പാർട്ട്ണർ? റൈറ്റിനെക്കാട്ടിലും വലിയ റൈറ്റ് ആണ്. പക്ഷേ ഇപ്പൊ ആ ഫുഗ്ഗേവാല എല്ലാ ATM മെഷീൻസ് തകർത്ത് മൊത്തം കാശും അടിച്ചു മാറ്റി കാണില്ലേ? അല്ല ഡ്യൂഡോ, ആ ATM മെഷീൻസില് ഒരു സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ട്. ഒരു പക്ഷെ ആരെങ്കിലും ആ മെഷീൻ തകർത്തിട്ട് പൈസ എടുക്കാൻ ശ്രമിച്ചാൽ അപ്പോൾ ആ മെഷീൻ നോട്ട് മൊത്തവും കീറി കളഞ്ഞേക്കും. ആ മെഷീൻ ആ ഡിവൈസ് വെച്ച് മാത്രമേ ഓപ്പൺ ചെയ്യാൻ പറ്റുകയുള്ളൂ. അത് ഞാൻ ഓൾറെഡി ആ ബാഗ് മാനേജർ എടുത്ത് കൊടുത്തു. എന്നുവെച്ചാ കാശ് ഇപ്പോഴും സേഫ് ആണെന്ന് അർത്ഥം. പക്ഷെ ഇപ്പൊ നമുക്ക് ആ ഫുഗ്ഗേവാലയുടെ ബലൂൺസ് തകർക്കാൻ എന്തെങ്കിലും ചെയ്യണം. റെഡ് കളർ ബലൂൺസ് ബോംബ് പോലെയാണ് പൊട്ടിച്ചെതറുന്നത്. അങ്ങോട്ട് നോക്കൂ. ഓക്കെ സൂപ്പർ സ്പീഡോ, ആ ബലൂൺകാരനെ ഫോളോ ചെയ്യേ. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഒരു പ്രാവശ്യം ഞാൻ ഇതുപോലെ ഒരു ATM കള്ളനെ എടുത്തിട്ട് വകവരുത്തി എടുത്തിട്ട് അങ്ങ് ചവിട്ടി കളഞ്ഞു. ആ ATM കള്ളനെ ഞാനൊരു ബുള്ളറ്റ് കള്ളനാക്കി മാറ്റി. സത്യാണോ മേരാങ്കിൾ? അല്ലാതെ പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ എന്റെ തലയിൽ ചില്ലറ കാശ് വന്ന് വീഴട്ടെ. അയ്യോ, അപ്പൊ നിങ്ങൾ ഇത്രയും നേരം പറഞ്ഞതെല്ലാം പച്ച കള്ളമായിരുന്നു അല്ലേ?
ഇത് റോഡിന്റെ ഡെഡ് എൻഡ് ആണ് കിക്കോ. ഇനി എന്താ ചെയ്യാ? സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 33. ഏയ് ഫുഗേവാല, ഇതെന്റെ അവസാനത്തെ വാണിംഗ് ആണ്. നീ ആ ബാങ്ക് മാനേജറെ വിട്ടേക്ക്. നീ എടുത്തോണ്ട് പോയ ATM മെഷീൻസ് എല്ലാം ഞങ്ങൾക്ക് തിരിച്ചു തരണം. നീ എന്നെ വാൺ ചെയ്യുകയാണോ? പക്ഷെ ഞാൻ അതിലൊന്നും പേടിക്കില്ല. ഇനി ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് തരുന്നുണ്ട്. തീർച്ചയായിട്ടും നീ അത് വാങ്ങിച്ചേ പറ്റൂ. ചെറിയ ചെറിയ അതിസുന്ദരമായ റെഡ് കളർ ബലൂൺസ്. ഈ ഫുഗേവാലയുടെ ബലൂൺസ് മായാജാല രീതിയിൽ കൊള്ളയടിച്ചങ്ങ് പറന്നു പോകും. രക്ഷപ്പെട്ടോ സൂപ്പർ സ്പീഡോ? ഒരുപക്ഷെ ആ ബലൂൺസ് നിന്റെ മുമ്പിൽ വെച്ച് പൊട്ടിച്ചെതറുകയാണെങ്കിൽ നിനക്ക് വലിയ രീതിയിൽ ഡാമേജ് ഉണ്ടാവും. ഈ ഫുഗേവാലയുടെ ബലൂൺസ് മായാജാല രീതിയിൽ കൊള്ളയടിച്ചങ്ങ് പറന്നു പോകും. കിക്കോ, ബ്ലാസ്റ്റ് ആയതുകൊണ്ട് എന്റെ ഫ്ലൈയിങ് മോഡ് ഹാങ് ആയി പോയി. നമ്മൾ ഏത് സമയത്തും താഴേക്ക് വീഴുമെന്നാണ് തോന്നുന്നത്. നീ നിന്റെ പാരച്യൂട്ട് എടുത്ത് രക്ഷപ്പെടാൻ ശ്രമിക്കൂ. പറ്റില്ല സൂപ്പർ സ്പീഡോ, ഞാൻ നിന്നെ തനിച്ചാക്കി എങ്ങോട്ടും പോവില്ല. നീ ഒരു കാര്യം ചെയ്യ്, ഫോർമുല നമ്പർ 999 അപ്ലൈ ചെയ്യ്. ഓൾറൈറ്റ് കിക്കോ, അപ്ലൈയിങ് നമ്പർ 999. എടോ മാനേജറെ, എത്രയും പെട്ടെന്ന് ആ ഡിവൈസ് കണക്ട് ചെയ്ത് മിഷൻ ഓപ്പൺ ചെയ്യ്. അല്ലെങ്കിൽ ഞാൻ എന്റെ ഗണ്ണിന്റെ ട്രിഗർ പ്രസ് ചെയ്യും. നിന്റെ തലയിലെ തലച്ചോറ് ചിന്ന ഭിന്നമാകും. ഇല്ലില്ല, വേണ്ട വേണ്ട, അങ്ങനെ ഒന്നും ചെയ്തേക്കല്ലേ. ഞാൻ ഇപ്പൊ തന്നെ ATM മെഷീൻസ് എല്ലാം ഓപ്പൺ ചെയ്തേക്കാം. ഫുഗേവാലയുടെ ബലൂൺസ് മായാജാല സ്റ്റൈലിൽ കൊള്ളയടിച്ച് പറന്നങ്ങ് പോകും. ഞാനിപ്പോൾ ഫുൾ ആൻഡ് ഫുൾ ആയിട്ട് റിക്കവർ ആയി കഴിഞ്ഞു കിക്കോ. പക്ഷേ ഫുഗേവാല നൈസായിട്ട് എസ്കേപ്പ് ആയി കഴിഞ്ഞല്ലോ. ഇനി എന്താ അവൻ ചെയ്യാ? ആ ഡയറക്ഷനിലാ പോയത്. വാ, നമുക്ക് അങ്ങോട്ട് ചെന്ന് നോക്കാം. ഒരുപക്ഷെ എന്തെങ്കിലും ലീഡ് കിട്ടിയാലോ. നിങ്ങൾ പറഞ്ഞ ജോലി ഞാൻ ചെയ്തു കഴിഞ്ഞു. പ്ലീസ് ദയവേദി ഇനിയെങ്കിലും എന്നെ ഒന്ന് വിട്ടേക്ക്. നിന്റെ ജോലി നീ ശരിക്കും ചെയ്തു തീർത്തു. ഞാനിപ്പോ വളരെ സന്തോഷത്തിലാണ്. അതുകൊണ്ട് ഞാനിപ്പോ നിന്നെ ഈ ബലൂണിനെ പോലെ ഫ്രീ ആയിട്ട് അങ്ങ് പറപ്പിക്കാൻ പോവാ. സൂപ്പർ സ്പീഡോ, ദേ അങ്ങോട്ട് നോക്ക്, ബലൂൺസ് പറക്കുന്നുണ്ട്. ദേ കാണുന്ന ആ ബംഗ്ലോവിൽ നിന്നാണ് പറന്നു വരുന്നത്. ഓക്കേ ബ്രോ, ടർബോ സ്പീഡ് മോഡിൽ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ആ ബംഗ്ലാവിലെത്താം. ബഡി, നീ ആ ബാങ്ക് മാനേജറെ ഇവിടുന്ന് സേഫ് ആയിട്ട് വിളിച്ചോണ്ട് പോയിക്കോ. ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. എടാ കൊച്ചു ചെക്ക, നീ എന്നെ ഫോളോ ചെയ്ത് ഒരിക്കലും ഈ സ്ഥലത്തേക്ക് വരാൻ പാടില്ലായിരുന്നു. പക്ഷെ ഇനി നിനക്ക് ഒരിക്കലും എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. നിന്നെ ഞാൻ വിടില്ല. സോറി കിക്കോ, സോറി. ഇതിൽ കൂടുതൽ എന്നെ തല്ലരുത്. ഇതാ, ഈ മുഴുവൻ പൈസയും നീ തന്നെ എടുത്തോ, കൊണ്ടുപോയിക്കോ. ഈ ഫുഗേവാലയുടെ ബലൂൺസ് മായാജാല സ്റ്റൈലിൽ കൊള്ളയടിച്ച് പറന്നങ്ങ് പോകും. സൂപ്പർ സ്പീഡോ, അപ്ലൈ ഫോർമുല നമ്പർ 456. Okay, dude. Initiating formula 456.
എന്ത് ഭ്രാന്തായി കാണിച്ചത്? ഞാൻ കഷ്ടപ്പെട്ട് കൊള്ളയടിച്ച ഈ പൈസ മുഴുവൻ നീ കാറ്റിൽ പറത്തിയല്ലേ? ഇപ്പൊ ഞാൻ നിന്നെ എന്താ ചെയ്യാൻ പോകുന്നെന്ന് നോക്കിക്കോ. നോട്ടുകൾ പറക്കുന്നത് പോലെ നിന്നെയും ഞാൻ പറപ്പിക്കാൻ പോവുകയാണ്. ഫുഗ്ഗേവാലയുടെ ബലൂൺസ് മായാജാല സ്റ്റൈലിൽ കൊള്ളയടിച്ച് പറന്നങ്ങ് പോകൂ. സൂപ്പർ സ്പീഡോ, ആ ഫുഗേവാല അവന്റെ സ്കൂട്ടറിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന കൺട്രോൾ വെച്ചാണ് ഈ ബലൂൺസിനെ കൺട്രോൾ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് ഫോർമുല നമ്പർ 76 ആയിരിക്കും ശരി. എനിക്ക് മനസ്സിലാക്കിക്കോ, പക്ഷേ ഫോർമുല 76 വളരെ റിസ്കിയാണ്. മറ്റൊരു വഴിയുമില്ല സൂപ്പർ സ്പീഡോ. നീ ബംഗ്ലാവിന്റെ കാര്യം നോക്കിക്കോ, ഞാൻ ഫുഗേവാലയെ നോക്കിക്കോളാം. ഫുട്ബോൾ ഗെയിം അവസാനിച്ചു. ഇപ്പോൾ കബഡി കളിക്കേണ്ട സമയമാണ്. വാ. എന്ന് വെച്ചോ സാറ് ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം യു ആർ അണ്ടർ അറസ്റ്റ്.